ഹലോ എല്ലാ കൂട്ടുകാർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു കേട്ടോ. ഇന്ന് ഈ ദിവസം ഇന്ന് ചൊവ്വാഴ്ച ദിവസം സൂപ്പർ ദിവസം. ചൊവ്വയും വെള്ളിയൊക്കെ നല്ല ദിവസമാണ് അല്ലേ. ദൈവീകമായിട്ടുള്ള കാര്യങ്ങൾക്കൊക്കെ സൂപ്പർ ദിവസമാണ് ഞാൻ വിശ്വസിക്കുന്നത്. ചൊവ്വ വെള്ളി കേട്ടോ നല്ല സൂപ്പർ ദിവസമാണ് കേട്ടോ. അപ്പോഴും എല്ലാവർക്കും മറന്നുപോയി കേട്ടോ. എല്ലാവർക്കും സുഖമാണെന്ന് കരുതുന്നു. നമുക്കും ഇവിടെ സുഖം തന്നെ. ഇവിടെ ഭയങ്കരമായിട്ടുള്ള ചൂടാണ് കേട്ടോ. എന്തോ ചൂടാണെന്നറിയാമോ. അപ്പോഴേ രാവിലെ കുറച്ച് കലാപരിപാടികളൊക്കെ ഒതുക്കി വെച്ചിട്ടാണ് കുട്ടിച്ചാത്തൻ വല്ലതും ആണ് കഥ കിടന്ന് കീന്ന് കുറച്ച് പരിപാടിയൊക്കെ ഒതുക്കിയിട്ടാണ് ഇൻട്രോ ഒക്കെ എടുക്കാൻ വന്നത്. മക്കളെയൊക്കെ പറഞ്ഞു വിട്ടതിന് ശേഷമാണ് ഇൻട്രോ ഒക്കെ എടുക്കാൻ വന്നത്. അപ്പോഴേ ഇന്ന് നമ്മുടെ കുഞ്ഞു വീട്ടിലെ വിശേഷങ്ങളൊക്കെ തന്നെയാണ് വീഡിയോയിൽ. അപ്പോഴേ നമുക്ക് വീഡിയോ കാണാൻ പോകാം. നമ്മുടെ മൺകലത്തിലാണ് ചോറ് കേട്ടോ. അപ്പോൾ തിളച്ചു, അവൻ തിളച്ച് വെന്തോടിരിക്കുന്നു രാവിലെ കേട്ടോ. അടിപൊളിയായിട്ട് തീയൊക്കെ ഇട്ടിട്ടുണ്ട് നമ്മൾ കേട്ടോ. രാവിലെ മോന് ചോറ് കൊണ്ടുപോകാമല്ലോ. രാവിലെ തന്നെ നമുക്കൊരു ചായയൊക്കെ കുടിച്ച് നമുക്ക് ഇന്നത്തെ ഒരു ദിവസം ആരംഭിച്ചാലോ. എല്ലാവരും ഇങ്ങനെയാണല്ലേ, രാവിലെ ഒരു ചായ അല്ലെങ്കിൽ ഒരു കാപ്പി മസ്റ്റായിട്ട് എല്ലാവരും കുടിക്കും കേട്ടോ. പിന്നെ കുടിക്കാത്തവരും കാണും. അപ്പോൾ നിങ്ങൾക്കൊന്നും തലവേദന എടുക്കത്തില്ലെന്ന് ഞാനീ ചോദിക്കുന്നത്. നമുക്കൊക്കെ തലവേദന എടുക്കും കേട്ടോ ചായയും കാപ്പിയൊന്നും കുടിച്ചില്ലെങ്കിൽ. രാവിലെ അവർ ബിസിയാണ്. രാവിലെ തുടങ്ങി കൂട് കൂട്ടാൻ. മര്യാദയ്ക്ക് പേപ്പർ കൊണ്ടിടത്തില്ല, എങ്ങോട്ടെങ്കിലും വലിച്ചെറിഞ്ഞിട്ടങ്ങ് പോയിക്കോളും. അപ്പോഴും നമ്മൾ കാണത്തതും ഇല്ല. ചിലപ്പോൾ ഈ കാട്ടിലൊക്കെ ആയിരിക്കും വന്ന് വീഴുന്നത്. എൻ്റെ കൈ കിട്ടും എപ്പോഴേലും. ഇവിടെ കാടെന്തില്ലേ, സംഭവമൊന്നുമില്ല. സ്വർണ്ണത്തിന് എന്താ വിലയെന്ന് നിങ്ങൾ നോക്കാറുണ്ടോ? അപ്പോൾ ഞാനിപ്പോൾ നോക്കാറേ ഇല്ല. എനിക്കത് കാണുമ്പം തല പെരുക്കുക. ദൈവമേ, 41,280. അപ്പോഴും നേരത്തെയൊക്കെ ഞാൻ ഈ സ്വർണത്തിൻ്റെ വില നോക്കാറുണ്ട്. ഇപ്പം ഞാൻ ആ ദേശത്തോട്ട് നോക്കാറേ ഇല്ല. ഇന്നിപ്പോൾ നോക്കിയതാണ് വെറുതെ കേട്ടോ. വാങ്ങിക്കാനൊന്നുമില്ല, വെറുതെ അങ്ങ് നോക്കിയതാ. എന്തോ ചെയ്യുമെന്ന് പറ. ദൈവമേ, പോയ പോക്കുണ്ടോ നിങ്ങളും? എങ്ങനെയാണ് പെങ്കൊച്ചുങ്ങളുള്ള അമ്മമാർക്കൊക്കെ ആദ്യമാണ്. അറിവും ഓർമ്മകളും മായാതെ സൂക്ഷിക്കാം. അടിപൊളി. അറിവും ഓർമ്മകളും മായാതെ സൂക്ഷിക്കാം. ഇപ്പോൾ സ്കൂളുകാർക്ക് നമുക്ക് ഒരു ഗ്ലാസ് പാല് കൊടുത്ത് വിടാൻ കേട്ടോ. ചായ കുടിക്കത്തില്ല. മോനെ, പാവേ, ബൂസ്റ്റ് സീക്രട്ട് ഓഫ് മൈ എനർജി കൊണ്ടുകൊടുക്കാം. രാവിലെ ഓരോരുത്തർ പോക്ക് തുടങ്ങി കേട്ടോ. ഇപ്പോഴും നമ്മുടെ റോഡൊക്കെ ശൂന്യമാണ്. രാവിലെ സൊസൈറ്റിക്കാരൊക്കെ പോയി കേട്ടോ. സൊസൈറ്റി പാലും കൊണ്ട് പോകുന്നവരെല്ലാം പോയി കഴിഞ്ഞു. റോഡിലൊന്നും ആളും പേരും ഒന്നുമില്ല. നമുക്കിന്ന് അപ്പവും കിഴങ്ങേറിയായിരുന്നു കേട്ടോ. ഞാൻ ബുക്കുകൾക്കിടയിലിരുന്ന കാപ്പി കുടിക്കുന്നത്. എന്തുവാ ഈ വരച്ച് കൂട്ടുന്നേ? എല്ലാവരും കാപ്പിയൊക്കെ കുടിച്ചോ? ആ പൊള്ളൽ വലുതായി വരുമോ എൻ്റെ കയ്യിൽ? ചക്ക വറുത്തത് എന്നാണല്ലോ. ഒത്തിരി ഒന്നുമില്ല, ഒരപ്പമേ ഉള്ളൂ. തേങ്ങ അരച്ച് കിഴങ്ങ്, പാലൊഴിച്ചല്ല, തേങ്ങ അരച്ച കിഴങ്ങ്. സൂപ്പർ.
ചൊവ്വാഴ്ച ചന്ത ദിവസം. അപ്പോഴേ രാവിലെ ചന്തയിൽ പോയി മോളെ കൊണ്ടുവിടാൻ പോയപ്പം ചന്തയിലൊക്കെ പോയിട്ട് വന്നു. ഇതേ നമുക്ക് ചീര കിട്ടി. ചീര ഒത്തിരി ദിവസമായി നമുക്ക് കിട്ടിയിട്ട്. അപ്പോൾ ഞാൻ ഇന്നലെ കൂമ്പ് ഇവിടെ ഒടിച്ചുകൊണ്ട് വെച്ചിരുന്നതാണ്. അന്നേരം ഇത് നമുക്ക് നാളത്തേക്ക് എടുക്കാം ഇല്ലേ അമ്മേ? അപ്പോൾ മമ്മി മാതാജി രാവിലെ തന്നെ എല്ലാം അരിഞ്ഞ് നുറുക്കി ഇവിടെ വെച്ചിട്ടുണ്ട്. പോയി തേങ്ങയൊക്കെ തിരികെ ചതച്ചൊക്കെ വാരി അങ്ങോട്ട് ഇട്ടാട്ടെ. ഞാൻ ഒന്ന് റെസ്റ്റ് എടുക്കട്ടെ. ഒത്തിരി ദിവസം കൊണ്ട് ഞാൻ ഇവിടെ കിടന്ന് കഷ്ടപ്പെടുക കേട്ടോ. അപ്പോഴേ മാങ്ങായും കിട്ടി വാങ്ങിച്ചുകൊണ്ട് വന്നു. അമ്മ ഫ്രിഡ്ജിനകത്ത് മാങ്ങ ഇരിക്കൊണ്ടിരുന്നു. അത് പക്ഷേ വേറെ സൈസാണ്, ഇത് വേറെ സൈസാണ്. അപ്പോൾ രണ്ടും കൂടെ ഒക്കത്തില്ലായിരിക്കില്ലയോ? വേറെ വേറെ അരിഞ്ഞ് വെച്ചാൽ മതി. അപ്പോൾ ഇത് ഇന്ന് കൊണ്ടുവന്ന കേട്ടോ. ഇതെന്താ മീനകത്തിടാനാണോ? ആ, മീനകത്തിടാൻ ഒരെണ്ണം. ഇത് ഇത്ര നമുക്ക് അച്ചാറിടാം. വെളുത്തുള്ളിയൊക്കെ പൊളിച്ച് വെച്ചിട്ടുണ്ട്. അപ്പോൾ മീൻ എന്തുവാ? മീൻ അയിലയും കിട്ടി, നമുക്ക് കുറിച്ചിയും കിട്ടി കേട്ടോ. അപ്പോഴിത് ചീരയൊക്കെ നമുക്ക് ഇത് ആവിയേറെ കാണുമോ ഉച്ചക്കലത്തേക്ക്? ഇത്തിരിയും കൂടി ഇരിപ്പുണ്ട്. അതും കൂടെ അങ്ങ് അരിഞ്ഞേക്കാഞ്ഞ എന്താമ്മേ? ഈ ചീരയും കൂടെ ഇച്ചിരിയും കൂടെ അല്ലേ ഉള്ളൂ? നമ്മളെല്ലാവരും കൂടെ അല്ലേ? അപ്പോൾ നമ്മളെല്ലാവരും കൂടെ ഉള്ളത് കൊണ്ടേ തോരൻ വേണമല്ലോ. അപ്പോൾ പാവയ്ക്ക ഇരിപ്പുണ്ട്. പാവയ്ക്ക എടുക്കണോ? നമ്മുടെ മീന് 2 ഐറ്റങ്ങൾ അടുപ്പിലായി കേട്ടോ. ഒന്ന് മുളകിട്ട കറിയും ഒന്ന് തേങ്ങ അരച്ച് മാങ്ങ ഇട്ട കറിയും. അപ്പോൾ ചീരയ്ക്ക് നമ്മൾ അരിഞ്ഞു വെച്ചു, അത് ചതച്ചിട്ടു. അപ്പോൾ ചട്ടി എടുത്ത് ഫിറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇവർ രണ്ടും സെറ്റായിട്ട് വേണം നമുക്ക് അടുത്ത നമ്മുടെ തോരൻ വെക്കാൻ കേട്ടോ. അപ്പോൾ ഇത് 2 പേരും ഇവിടെ നന്നായിട്ട് തിളയ്ക്കുന്നുണ്ട്. തിളയോട് തിള നമുക്കൊന്ന് ഇളക്കിയൊക്കെ കൊടുക്കാം. ഉപ്പൊക്കെ ഉണ്ടോ എന്ന് നോക്കട്ടെ. പുളി ഉപ്പെല്ലാം ഇട്ടതാണെന്ന് തോന്നുന്നു. വലിയ കുറിശ്ശി, നമുക്ക് ഇച്ചിരി മാംസമുള്ള കുറിശ്ശി ആയതുകൊണ്ട് മുളക് ഇട്ട് നമ്മൾ വെച്ചത്. പിന്നെ മുളക് പൊടി മല്ലിപ്പൊടി എല്ലാം തീർന്നു. അപ്പോൾ നമ്മുടെ ടിന്നെല്ലാം കാലിയായി, ഭരണിയെല്ലാം കാലിയായി. അപ്പോൾ അതിൻ്റെ ഗുസ്തിയാണ് നമ്മളിവിടെ നടത്തുന്നത് കേട്ടോ. നമുക്ക് ഈ കറിക്ക് ഉപ്പുണ്ടോ നോക്കാം. ക്യാമറ വുമൺ ഇന്ന് കോളേജിൽ നിന്ന് നേരത്തെ വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോഴതാണ് ഇങ്ങനെ വീഡിയോ എടുക്കുന്നത്. എൻ്റെ സ്റ്റാൻഡ് പോയി, പാളീസായി പോയി. ഇനിയിപ്പം വേറെ നമുക്കൊരെണ്ണം വാങ്ങിക്കണം കേട്ടോ. ഉപ്പുണ്ട് കേട്ടോ, ഈ മീൻ ഉപ്പുണ്ട്. ഇത് നോക്കാവുന്നു. ഇത് നമ്മുടെ അയല കേട്ടോ. 5 അയല വില പറയത്തില്ല ഇവിടെ കേട്ടോ. മീനിൻ്റെ വില പറയത്തതേ ഇല്ല. ഞാൻ വഴക്ക് പറയുന്നു വിചാരിച്ചായിരിക്കാം. അപ്പോഴതിനും ഉപ്പ് നോക്കട്ടെ. ഉപ്പുണ്ട്, പാകത്തിന് ഉപ്പൊക്കെ ആയിട്ടിരിക്കുക കേട്ടോ. ഇവർ രണ്ടും ഒന്ന് വെന്തിട്ട് വേണം ചീര വയ്ക്കാൻ. ചിന്നുവിൻ്റെ കാര്യം കേൾക്കണോ? ആ പറ ചിന്നു. ആ, എന്തുണ്ട് വിശേഷം? എന്തുണ്ട് വിശേഷം? ആ കുലു 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 കുലു. എന്തുവാടി മര്യാദയ്ക്ക് പറ. ആ, എന്തുണ്ട് വിശേഷം? അവിടെ ചുണ്ടല്ല എന്തൊക്കെയോ പറയാ. എൻ്റെ ദൈവമേ, തേങ്ങ കിട്ടിയില്ലെന്നാണോ? അതെ, ഇവിടെ തേങ്ങ തിരികെ വെച്ചിട്ടുണ്ട്. അവൾക്ക് ചോറ് വേണ്ട, അവൾക്ക് തേങ്ങ മതി. ഞാൻ ഇവിടെ തേങ്ങ തിരികിട്ടുണ്ട്. വാ ഒടിയായോ, മോക്ക് തരാം. എന്തൊക്കെയോ പരാതികൾ പറയാം. നമ്മുടെ ഒരു മീന് റെഡിയായി കേട്ടോ. നമ്മൾ മുളകരച്ച ഒരു മീൻ റെഡിയായി. അടുത്തത് നമ്മുടെ ചീരക്കുട്ടനെ എടുത്ത് അടുപ്പിലാക്കി കേട്ടോ. കടുക് വറുത്ത് അവനെ ഞാൻ ഇങ്ങോട്ട് എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. ഉപ്പൊക്കെ ഇട്ട്. അപ്പോൾ ഞാൻ വിചാരിച്ചു ലൈറ്റ് ഇല്ലാതെ ഇവിടെ കാണാനേ ഒക്കത്തില്ലെന്ന്. അപ്പോൾ ഇന്ന് ലൈറ്റൊക്കെ അണച്ചിട്ടാണ് ഇന്ന് വീഡിയോ എടുത്തത്. നല്ല ക്ലിയർ ആയിട്ടുണ്ട്. എനിക്കൊന്ന് മറ്റേതിനേക്കാളും നന്നായിട്ട് ഇത് കിട്ടുന്നുണ്ട്. അപ്പോൾ ഞാനെപ്പോഴും ലൈറ്റ് ഇട്ടുകൊണ്ടായിരുന്നു വീഡിയോ എടുക്കുന്നത്. അപ്പോഴന്നേരം മോള് പറയാം, അമ്മ ഇങ്ങനെ എടുക്കുന്നതാണ് നല്ലതെന്ന്. ക്ലിയർ ആയിട്ടെല്ലാം കാണുന്നുണ്ട്. മറ്റേ ഒരു ലൈറ്റ് അല്ലാതുണ്ട്. അപ്പോൾ ഇനി ഇങ്ങനെ ചെയ്യുന്നുണ്ട്. ഞാൻ ട്യൂബും ഇടും ലൈറ്റും ഇടും, അങ്ങനെയാണ് ഞാൻ വീഡിയോ എടുക്കുന്നത്. തീ കുറച്ച് നമ്മളെ ചട്ടി പെട്ടെന്ന് തീ കുറച്ചിട്ടിട്ട് നമുക്ക് ചീരത്തോരൻ നമ്മൾ ചതച്ചാണ് കേട്ടോ. ചതച്ചിട്ടാണ് നമ്മൾ ചീര തോരൻ വയ്ക്കുന്നത് കേട്ടോ.
അടച്ച് വയ്ക്കാം. അപ്പോൾ എനിക്ക് ചീനച്ചട്ടി ഇഷ്ടമാണ്. എൻ്റെ ചീനച്ചട്ടി മാതിരിയുള്ള ചട്ടി സൂപ്പറാണ്. പതുക്കെ ഇരുന്ന് വേവട്ടവന്. നമ്മുടെ ചീരയൊക്കെ നീണ്ട റെഡിയായി കേട്ടോ. ഒന്ന് ആവി തട്ടിയാൽ മതി നമ്മുടെ ഈ മൺചട്ടിക്കകത്തൊക്കെ. ഇത് പിന്നെ കറി ഇന്നിപ്പം നമുക്കിപ്പോൾ ചൂട് കാലാവസ്ഥയല്ലേ. എന്തോ അറിയുന്ന ആളും അതുപോലെ പറയുന്ന പറച്ചിൽ കേട്ടോ. അപ്പോഴും ചൂടായതുകൊണ്ട് നമ്മുടെ ഇവിടെ ഇനിയിപ്പം തേങ്ങ അരച്ച കറിയാണ് കുറച്ച് ദിവസത്തേക്ക്. സാമ്പാറൊക്കെ നല്ല ചൂടാണല്ലോ. പച്ചക്കറികളാണ് കൂടുതലായിട്ട് നമ്മൾ ഇനിയിപ്പോൾ ഉപയോഗിക്കുന്നത് കേട്ടോ. മോര് കാച്ചിയതും തക്കാളിക്കറി, വെള്ളരിക്കക്കറി. ഇതിപ്പോൾ ഇന്ന് വെള്ളരിക്കക്കറിയാണ്. പച്ചമുളകൊക്കെ അരിഞ്ഞിട്ട് പിന്നെ കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് വേവിട്ട് എന്നിട്ട് നമ്മളെന്താ തേങ്ങ അരച്ച് വയ്ക്കും. കുറച്ച് നല്ല ജീരകവും കുറച്ച് ചുവന്ന ഉള്ളിയും ഒക്കെ അങ്ങോട്ട് അരച്ച് നമ്മൾ ഇതിനകത്ത് ചേർക്കുക കേട്ടോ. ഒരു സാമ്പാറൊക്കെ ഭയങ്കര എരിവ് ചൂടാണ്. ഈ ഉണക്ക സമയമാകുമ്പോൾ ഇന്നിപ്പം വെള്ളരിക്കക്കറി മതി എന്ന് പറഞ്ഞു. വേവട്ടെ. തേങ്ങയൊക്കെ അരച്ചുകൊണ്ട് വന്ന് ചേർത്ത് കടുവൊക്കെ വറുത്ത് റെഡിയാക്കാം നമുക്ക്. അതേ നമ്മുടെ വെള്ളരിക്കക്കറി റെഡിയായി. ഞാൻ ഇടയ്ക്കൂടെ പപ്പടവും കാച്ചി വെച്ചു കേട്ടോ. പപ്പടവും കാച്ചി വെച്ചു കുറച്ച് ഇത്രയും മതി കേട്ടോ. എല്ലാം ഉച്ചക്കലത്തേക്ക്. പിന്നെ നമ്മൾ അപ്പം ഉണ്ടാക്കുന്ന ദിവസം നമ്മുടെ ചട്ടിക്കകത്ത് തന്നെ നമ്മൾ കടുക് വറക്കണം കേട്ടോ. അപ്പോൾ കടുക് വറപ്പാണ് ഇവിടെ. ചെറിയ ഉള്ളിയൊക്കെ അരിഞ്ഞിരുന്നത് കേട്ടോ. വെള്ളരിക്കക്കറിക്ക് സൂപ്പർ, അതാണ് ടേസ്റ്റ്. അപ്പോൾ കടുകൊക്കെ പൊട്ടി വന്നു. ഞാൻ തീ ഓഫാക്കിയിട്ട് എന്തായാലും കടുക് അങ്ങോട്ട് ഒഴിക്കുന്നുള്ളൂ, അല്ലെങ്കിൽ ചിലപ്പം തീ കയറും. എനിക്ക് ഭയങ്കര പേടിയാവും. മിക്കപ്പോഴും അങ്ങനെ സംഭവിക്കും. നമ്മൾ നോക്കാതെയും കാണാതെയും ഓരോന്ന് ചെയ്ത് കൂട്ടിയിട്ടേ എന്തിനാ വെറുതെ വഴക്ക് വയ്ക്കണം. തീ ഓഫാക്കിയിട്ട് നമുക്ക് കടുക് വറുക്കാം അല്ലേ. വേണ്ട അപ്പോഴെല്ലാവരുടെയും വീടുകളിൽ ഇതൊക്കെ ആയിരിക്കും അല്ലേ. പാചകമൊക്കെ ചെയ്ത് കഴിയുമ്പോൾ എപ്പോഴും ഞാൻ തടച്ചിടുന്നേ. ഇപ്പം പിന്നെ കടുക് വറപ്പ് അവസാനത്തെ ഇതായതുകൊണ്ട് കുറയ്ക്കാൻ പറ്റിയില്ല കേട്ടോ. ഇനിയിപ്പോൾ നമ്മളെല്ലാം ഒന്ന് തുടച്ച് പാത്രമെല്ലാം കഴുകി ഇട്ടൊക്കെ ചോറണം കേട്ടോ. ഇത് നമ്മുടെ വെള്ളരിക്കക്കറി സൂപ്പറാണ്. അപ്പോഴേ ഇനി ഞങ്ങൾ ചോറൊക്കെ കഴിക്കട്ടെ. എല്ലാം ആയല്ലോ ഒരുവിധം. ചോറെന്നും മറക്കും കേട്ടോ. ചോറിൻ്റെ കാര്യം ചോറ് ആദ്യമേ രാവിലെ വെക്കുന്നത് കൊണ്ട് മറന്നു പോകും. അങ്ങ് നമ്മുടെ അടുപ്പിൻ്റെ അടുത്തല്ലേ, അതായി മറന്നു പോകുന്നത് ചോറ് കാണിക്കാൻ കേട്ടോ. അങ്ങനെ ഞങ്ങളുടെ ഏത്തക്കൊലയുടെ കൊട്ടൊക്കെ തീർന്നു കേട്ടോ. അവസാനത്തെ ഏത്തക്കപ്പമാണ് ഇത്. ഞങ്ങളുടെ വീട്ടിലെ ഫുൾ പരുത്തിരുന്നു കേട്ടോ. അന്നേരം ഞങ്ങൾ ഏത്തക്കപ്പം ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഗോതമ്പ് പൊടിക്കകത്താണ് ഏത്തക്കപ്പം ഉണ്ടാക്കിയത് കേട്ടോ. എൻ്റെ മൈദാപ്പൊടി തീർന്നു. നമ്മുടെ ഗോതമ്പ് പൊടിക്കകത്ത് ഇച്ചിരി കളർ പൊടിയൊക്കെ ഇട്ട് നമ്മൾ ഏത്തക്കപ്പം ഉണ്ടാക്കി. ഇപ്പോൾ കടും ചായയും ഏത്തക്കപ്പവും. മൈദ അതേ പറയത്തില്ല. പിള്ളേർ വിചാരിക്കത്തില്ല ഇത് ഗോതമ്പ് പൊടിയാണെന്ന്. ഞാൻ ഈ കളർ പൊടി ഇട്ടാണ്ട് ഒട്ടും അറിയത്തില്ല കേട്ടോ മൈദയാണെന്ന്. അപ്പോൾ നമ്മുടെ സാധാ ഗോതമ്പ് പൊടി കേട്ടോ. നമുക്ക് കടും ചായയും കളർ കുറവാണോ, അപ്പോൾ ഒരുപാട് കളറിട്ട് ഇവിടെ കഴിക്കുന്ന വഴക്കാണ്. അപ്പോൾ നമുക്ക് കുറച്ച് മതി. ചൂട് കടും ചായ ഏത്തക്കാപ്പൊടി അല്ലേ. അപ്പോഴേ നമുക്ക് കഴിക്കാം കുടിക്കാം. ഞാൻ പഞ്ചസാര ഒന്നും ചേർക്കത്തില്ല ഇതിനകത്ത് കേട്ടോ. നമ്മുടെ പഴത്തിൻ്റെ മധുരം മതി. ഇവിടെ പഞ്ചസാര നമ്മൾ ഉപയോഗിക്കത്തില്ല. നല്ല ശബ്ദം കേൾക്കുന്നു. ഒരു വരാന്ന് എന്തിനും മൈദയൊക്കെ ചേർക്കുന്ന ഓറമ്പൊടി മതിയാലും. ഞാൻ ഇടയ്ക്ക് ഉണ്ടാക്കാറുണ്ട്. ചിലപ്പോൾ അരിപ്പൊടി ചേർക്കും കേട്ടോ. ഒരുപാട് പഴുക്കാത്ത പഴമാണ്. സൂപ്പറാണ്. അവിടെ കിഴക്കേശത്തെ സ്റ്റാമിനകത്ത് ചക്ക വിന്നണ്ടല്ലോ. കുഴപ്പന്മാരെൻ്റെ തെറ്റി മൊത്തം തുറന്ന് ഒരു പതിവാക്കി. തെറ്റിയാൽ മൂട് കണ്ടോ. ആ തെറ്റി ഇതിന് ആടുന്നു. ഞാൻ ഈ വർഷം ഒഴിച്ചു കഴിഞ്ഞു. ഒഴിച്ചു
അപ്പോൾ ഇന്നത്തെ നമ്മുടെ കുഞ്ഞു വീഡിയോ കൂട്ടുകാർക്ക് ഇഷ്ടമായാലും ഒന്ന് ലൈക്ക് ചെയ്യണേ. അപ്പോൾ ലൈക്കൊക്കെ കുറവാണ്, ലൈക്കൊക്കെ ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ എല്ലാവരുടെയും സപ്പോർട്ടാണ് ഞങ്ങൾക്കൊക്കെ വേണ്ടത് കേട്ടോ. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ നമ്മുടെ ഇന്നത്തെ വീട്ടുവിശേഷങ്ങൾ. അപ്പോൾ ചെടിക്ക് വെള്ളം ഒഴിക്കണം. പകുതി എനിക്കും, വടക്ക് വശം എനിക്കും, അല്ല മോക്കും, തെക്ക് വശം എനിക്കും കേട്ടോ. അപ്പോൾ പകുതി ഞങ്ങൾ ഷെയർ ചെയ്തെടുത്ത് ഇന്ന് ചെടിക്ക് വെള്ളം ഒഴിക്കുന്നത്. ഭയങ്കര ഉണക്കായി കേട്ടോ. നമ്മുടെ ഇവിടെ മെറ്റിലായതുകൊണ്ട് ഭയങ്കരമായിട്ട് തകർപ്പം വെയിലടിക്കുന്നത് കേട്ടോ. ചൂട് കാരണം ഇരിക്കാൻ വയ്യ കേട്ടോ. ഭയങ്കരമായ ചൂട് എല്ലായിടത്തും അതൊക്കെ തന്നെ. ചൂടാകുമ്പോൾ നമുക്ക് അസ്വസ്ഥതകളാണ്, തുമ്മൽ, ചീറ്റൽ, അങ്ങനെയൊക്കെയാണ്. തൊണ്ടയ്ക്ക് ആരൊക്കെയൊക്കെ ഇരിക്കുന്നത് പോലെ തോന്നുക ഇടയ്ക്കിടയ്ക്ക്, അങ്ങനെയൊക്കെ തോന്നും കേട്ടോ. എനിക്കാണെങ്കിൽ ഫുൾ അസ്വസ്ഥതകളേ ഉള്ളൂ ഇപ്പോഴും. അപ്പോഴേ ഇത്രയൊക്കെയുള്ളൂ നമ്മുടെ കുഞ്ഞു വീട്ടിലെ കുഞ്ഞു വിശേഷങ്ങൾ. നാളെ കുഞ്ഞൊരു വീഡിയോ ആയിട്ട് നമുക്ക് കാണാം. അപ്പോൾ എല്ലാവരും സേഫായിട്ട് വീട്ടിലിരിക്കുക. കോവിഡൊക്കെ കൂടി വരുവാണെന്നൊക്കെ പറയുന്നു കേട്ടോ. എല്ലാവരും സുരക്ഷിതരായി അവരവരുടെ വീടുകളിൽ കഴിയുക. ആവശ്യമെങ്കിൽ മാത്രം പുറത്തിറങ്ങുക കേട്ടോ. അല്ലേ മോളെ? ആവശ്യമെങ്കിൽ പഠിക്കാൻ പോകുന്ന പിള്ളേരോട് പറഞ്ഞായിരുന്നെങ്കിൽ അവരെ ഓടിച്ചിട്ട് അടിക്കുന്നവളെ ഇല്ലേ. അവർക്കൊക്കെ ക്ലാസ്സൊക്കെ തുടങ്ങി എല്ലാവരും ക്ലാസ്സിനൊക്കെ പോലെ പരീക്ഷയൊക്കെ വരുന്നു. അപ്പോഴവർ പുറത്തിറങ്ങാതിരിക്കാനൊക്കത്തില്ല, ടീച്ചർ അടിക്കത്തില്ലേ. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ നമ്മുടെ കുഞ്ഞു വീട്ടിലെ കുഞ്ഞു വിശേഷങ്ങളിലെയോ. നാളെ കുഞ്ഞൊരു വീഡിയോ ആയിട്ട് നമുക്ക് കാണാം.